ഇതൊരു മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നതാണ്. എറണാകുളംകാർക്കൊക്കെ സുപരിചിതമായിരിക്കും ഈ പാലം. നമ്മുടെ മുളന്തുരുത്തിയിലുള്ള റെയിൽവേ മേൽപ്പാലമാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എടുത്തിടാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആളുകൾ മുഴുവൻ കണ്ടിട്ടുണ്ടാകും. നിലം തൊടാണ്ട് നിൽക്കുന്ന ഈ മേൽപ്പാലത്തിൻ്റെ ഇതിന് മുമ്പുള്ള അവസ്ഥ. അതെ, ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ പണ്ടത്തെ അവസ്ഥയും പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള അവസ്ഥയും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിലേ പോകുമ്പോഴെല്ലാം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് 2 പില്ലറും നാട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നത്? ആളുകൾ എങ്ങനെ പറന്നാണോ ഇതിൽ കയറി പോകേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നേ. എന്തൊക്കെയാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അതിനൊരു തീരുമാനം ഉണ്ടായല്ലോ, പാലം നിലം തൊടും. അങ്ങനെ ഒരു സമാധാനമുണ്ട്. കാരണം അതിലേ പോകുമ്പോൾ അത്രയും വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഈ എന്താ പറയുക, റെയിൽവേ ക്രോസ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കണം. അതിലെ ട്രെയിൻ അത്രയും പാസ് ചെയ്യുന്നുണ്ട്. ഉപകാരപ്പെടുത്താണ്ട് നശിപ്പിച്ച് കളയുന്ന ഫണ്ടുകളുടെ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് കണക്കാക്കിക്കൊണ്ടിരുന്നതാണ്. കാരണം വെറുതെ ഇതിങ്ങനെ നിൽക്കുമായിരുന്നല്ലോ. എന്താണല്ലോ അതിനൊരു തീരുമാനം ഉണ്ടായി. ഇത് മാത്രമൊന്നുമല്ല, കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഇതുപോലെയുള്ള ഒരുപാട് സാധനം കാണാം. ആ കോട്ടയത്തിന് നടുക്കൊരു റൗണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്നെങ്കിൽ തുടങ്ങി വെച്ച പ്രൊജക്ട് പൂർത്തീകരിക്കണം, അത് ഏത് സർക്കാർ വന്നാലും. കാരണം ഈ ഭരിക്കുന്നവന്മാർ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഫണ്ടൊന്നുമല്ല, അവരും നമ്മൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൻ്റെ നികുതിയിൽ നിന്നെടുക്കുന്ന പണം തന്നെയല്ലേ ഈ തിരിച്ചു വരുന്നത്. അപ്പോൾ അത് മാന്യമായിട്ടും ഫലപ്രദമായിട്ടും വിനിയോഗിക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ് വന്നാലും ഏത് ഭരണകക്ഷി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ചെയ്യേണ്ടതല്ലേ. അങ്ങനെ മുളന്തുരുത്തി മേൽപ്പാലത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ബാക്കി ഈ കോട്ടയത്തെ റൗണ്ടും ബാക്കിയുള്ളതുമൊക്കെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതൊക്കെ എന്നിനി പൂർത്തീകരിക്കുമെന്ന് കണ്ടറിയാം. എന്താണെങ്കിലും ഈ ഒരു കാര്യം നടന്നല്ലോ, ഞാൻ ഡെയിലി പാസ് ചെയ്യുന്ന വഴിയാണ്, അതുകൊണ്ട് പറഞ്ഞാണ്.